ഇനിയുള്ള വേർഡ്സ് വളരെ നല്ല മനോഹരമായ വാക്കുകളാണ്, ഫിഖ്ഹിൽ നിന്നുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ. അദ്ദേഹം പറയുകയാണ്, ഫഇദാ നളറ ഇലാ റഹ്മത്തി റബ്ബിഹി വ മഗ്ഫിറതിഹി വ ജൂദിഹി വ ഇഹ്സാനി. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അവൻ്റെ റഹ്മത്ത്, അവൻ്റെ ഔദാര്യം, അവൻ്റെ ഇഹ്സാൻ, അവൻ്റെ നന്മ അത് ലഭിക്കുമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി കണ്ടാൽ അഹ്ദസ ലഹു ദാലിക റജാഉ വറഗ്ബ, ആ ഒരു പ്രതീക്ഷയും ആഗ്രഹം ഉണ്ടാവണം. എന്നിട്ട് ആ അമൽ എന്ത് ചെയ്യണം? വാരിപ്പുണരണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, പുണ്യങ്ങളിൽ മത്സരിച്ച് മുന്നേറൂ. റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും കാത്തു നിൽക്കരുത്, ആലോചിച്ച് നിൽക്കരുത്. എത്രയും പെട്ടെന്ന് അത് അമലാക്കണം, അത് സ്വായത്തമാക്കണം. റബ്ബിൻ്റെ റഹ്മത്ത് അറിയാതെ പ്രവർത്തിച്ചവരെ പോലും റബ്ബ് കാത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ദാഹിച്ച് വലഞ്ഞ നായയെ കണ്ടപ്പോൾ, ഞാൻ അനുഭവിച്ച അതേ ദാഹമാണല്ലോ ഈ നായയും അനുഭവിക്കുന്നത്, അതുകൊണ്ട് ഈ നായക്ക് വെള്ളം കൊടുക്കണമെന്ന് കരുതി കിണറ്റിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം കോരിയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അതിലൂടെ തൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിലാകുമെന്നൊരു പക്ഷേ ആ വ്യക്തി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലിനോട് നന്ദി കാണിക്കുകയും റഹ്മാനായ റബ്ബ് ആ അടിമയുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ആ അടിമയെ സ്വർഗത്തിലാക്കുകയും ചെയ്തു. നമ്മുടെ കണ്ണിൽ ചെറിയൊരു കാര്യമാണ്. നായക്ക് വെള്ളം കൊടുക്കുക, കോഴിക്ക് വെള്ളം കൊടുക്കുക, മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുക, പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഒരുപക്ഷെ വിശന്നു വലഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പൂച്ചയായിരിക്കാം, മറ്റൊരു മൃഗമായിരിക്കാം. നാം കൊടുക്കുന്ന ആ ഭക്ഷണവും വെള്ളവും കാരണം നമുക്ക് സ്വർഗത്ത് പോകാൻ കഴിയും. മനുഷ്യനാവണമെന്നില്ല, മൃഗമായാൽ തന്നെ മതി. റബ്ബിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ സാധ്യതയുള്ള എത്ര ചെറിയ കാര്യങ്ങളെയും അവഗണിക്കാതിരിക്കുക.